ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? എൻ്റയർ കോണ്ടിനെൻ്റൽ അസംബ്ലിയിലെ വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു എന്ന ടോപ്പിക്കാണ് പഠിച്ചത്. അതിൽ ഒരുപാട് വർഷങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിലൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിപ്ലവങ്ങളിലെ റെവല്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് റെവല്യൂഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് റെവല്യൂഷനാണ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന ടോപ്പിക്കിൽ തുടങ്ങുന്ന സമയത്ത് വെർസൈസ് കൊട്ടാരത്തിൻ്റെ അല്ലെങ്കിൽ വെർസൈസ് പാലസിൻ്റെ ഭാഗമായിട്ട് അവിടെ കൊടുത്തിട്ടുള്ള കുറച്ച് പ്ലക്കാർഡ് മോഡൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവിടെ കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് വൺ എന്താണ്, ആ ഫസ്റ്റ് ബോക്സിൽ എന്താ കൊടുത്തിട്ടുള്ളത്? ഐ ആം ദി സ്റ്റേറ്റ്, ഞാനാണ് രാഷ്ട്രം. God has given absolute power to the king over his subject and only God has authority to question him. അല്ലേ, രാജാവിന്റെ അധികാരത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ. രാജാവിനാണ് എല്ലാ പരമാധികാരങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് രാജാവിനെ ചോദ്യം ചെയ്യാനുള്ള യാതൊരു തരത്തിലുള്ള അവകാശമില്ല. ആർക്ക് മാത്രമേ ചോദ്യം ചെയ്യാനുള്ള അധികാരമുള്ളൂ? ദൈവത്തിന് മാത്രമാണ് രാജാവിനെ ചോദ്യം ചെയ്യാൻ അധികാരമുള്ളൂ എന്നാണ് ഇവിടെ ആര് പറഞ്ഞിട്ടുള്ളത്? ലൂയി 14 പറഞ്ഞിട്ടുള്ളത്. ആ ബോക്സ് നല്ല രീതിയിൽ വായിക്കുക. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സെക്കൻഡ്, നിങ്ങൾക്ക് ഒരു അടുത്തൊരു ബോക്സ് നിങ്ങൾക്ക് അപ്പുറത്തെ സൈഡിലായിട്ട് കാണാൻ കഴിയും. ആഫ്റ്റർ മീ ദ ഡിലേജ്, അല്ലേ, എനിക്ക് ശേഷം പ്രളയം എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ലൂയി 16 പറഞ്ഞിട്ടുള്ളത് അല്ലേ. എൻ്റെ ഭരണം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം എന്തായിരിക്കും? ഈ ലോകം മുഴുവനും പ്രളയം കൊണ്ട് പ്രളയമായിരിക്കുമെന്ന് ജനങ്ങളും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ പ്രപഞ്ചം തന്നെ എന്താണ്, എനിക്ക് ശേഷം അവസാനിക്കുമെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ലൂയി 16 ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 16 ലൂയി 14 എന്താ പറഞ്ഞത്? രാജാവിനാണ് അല്ലെങ്കിൽ രാജാവിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ദൈവദത്തമാണ്. അതുകൊണ്ട് തന്നെ രാജാവിനെ ചോദ്യം ചെയ്യാൻ ആർക്ക് മാത്രമാണ് അധികാരം? ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്നാണ് ആര് പറഞ്ഞത്? ലൂയി 14. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ലൂയി 14 ലൂയി 16 എന്താ പറഞ്ഞത്? എനിക്ക് ശേഷം പ്രളയം എന്നാണ് ആര് പറഞ്ഞത്? ലൂയി 15 ലൂയി 14 ലൂയി 15. അപ്പോൾ ലൂയി 15 എന്ത് പറഞ്ഞു? എനിക്ക് ശേഷം പ്രളയമാണ് അല്ലേ, ഡിലേജ് അല്ലെങ്കിൽ എന്താണ്, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 അതുകൊണ്ട് തന്നെ എന്താണ്, രാജാവിന്റെ മരണശേഷം ഇവിടെ ലോകം മുഴുവൻ എന്താണ്, ലോകം മുഴുവൻ പ്രളയത്താൽ ദുരിതമായിട്ടുള്ള അനുഭവമായിരിക്കും ഉണ്ടാവുക എന്നാണ് ആര് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശേഷം നമുക്ക് കാണാൻ കഴിയും ആര്? മേരി ആന്റോണിയേറ്റ്. മേരി ആന്റോണിയേറ്റ് എന്താ പറഞ്ഞത്? ഇഫ് ദേ ക്യാൻ ക്യാറ്റ് ബ്രെഡ് eat bread, let them eat cake, അല്ലേ. If they can't eat bread, let them eat cake, അല്ലേ. എനിക്കെന്താണ്, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്ത് തിന്നൂടെ എന്ന് ചോദിച്ചത്? കേക്ക് തിന്നുകൂടെ എന്ന് ചോദിച്ചത് ആരാണ്? മേരി ആന്റോണിയേറ്റ് ആണ് അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ബ്രെഡ് അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് ബ്രെഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റൊട്ടി കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ, നിങ്ങൾക്ക് എന്ത് കഴിച്ചുകൂടെയാണ് ചോദിച്ചത്? കേക്ക് കഴിച്ചുകൂടെ എന്നാണ് ആര് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? മേരി ആന്റോണിയേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അവരുടെ കുറച്ച് വാക്കുകളാണ് എവിടെ കൊടുത്തിട്ടുള്ളത്? ഈ വെർസൈസ് പാലസിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നല്ലപോലെ വായിക്കാം. അതിൽ നിന്ന് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ ഒന്നും കൂടെ പറയാം, ആരൊക്കെ കുറിച്ച് പറഞ്ഞത്? ഒന്ന് ലൂയി 14, സെക്കൻഡ് ലൂയി 15, ശേഷം മേരി ആന്റോണിയേറ്റ്. ഇത് 3 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രാജാവ് ദൈവദത്തമാണ്. അതുകൊണ്ട് രാജാവിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല എന്ന് പറഞ്ഞത് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ആ ഒരു എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണെന്ന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഒന്നും കൂടെ സ്പെസിഫൈ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ മേരി ആന്റോണിയേറ്റ് പറഞ്ഞെന്താ, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് ആരാണ്? അവിടുത്തെ ഏറ്റവും പ്രശസ്തനായ അല്ലെങ്കിൽ മേരി ആന്റോണിയേറ്റിന്റെ വാക്കുകളാണിത്. അപ്പൊ ഈ 3 കാര്യങ്ങളും നമുക്ക് കൂട്ടിച്ചേർത്ത് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ആഡംബരമായിട്ട് ജീവിതം നയിച്ചിട്ടുള്ള വ്യക്തികളായിരുന്നു രാജാക്കന്മാരെന്നും അവരുടെ കീഴിൽ ജനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെയധികം ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ എന്ത് ചെയ്യാം, ഈ 3 വാക്കുകളിലൂടെ അല്ലെങ്കിൽ ആ പാലസിൽ കൊടുത്തിട്ടുള്ള വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശേഷം അതിന്റെ താഴേക്ക് വരിക.
The statement made by the rulers of France in 17th and 18th century and the pictures of Versailles Palace ലെ 70s അതുപോലെ തന്നെ എന്താണ് 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിന്റെ ഭരണം നിയന്ത്രിച്ചിട്ടുള്ള ചില ആളുകളുടെ പ്രസ്താവനകളാണ് എവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു ആ വെർസൈസ് കൊട്ടാരങ്ങളിൽ അവിടെ പ്രസ്താവിച്ചിരിക്കുന്ന അവിടെ 17-18 നൂറ്റാണ്ടുകളിൽ അവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്ന ചില ആളുകളുടെ അല്ലെങ്കിൽ അവിടെ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്ന ചില വ്യക്തികളുടെ വാക്യങ്ങൾ അല്ലെങ്കിൽ വാചകങ്ങളാണ് ആ വെർസൈസ് കൊട്ടാരത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് വാട്ട് ഓൾ ഇൻഫർമേഷൻ ഡു യു ഗാദർ ദീസ് സ്റ്റേറ്റ്മെന്റ് ഓൺ ദി സിസ്റ്റം ഓഫ് റൂൾ എക്സിസ്റ്റഡ് ഇൻ ഫ്രാൻസ് അല്ലേ? അവിടെ എത്തരത്തിലുള്ള ഭരണമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നെന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു വാചകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? എത്തരത്തിലുള്ള ഭരണമാണ് അവിടെ ഉണ്ടായിരുന്നതെന്നും എങ്ങനെയൊക്കെയാണ് രാജാക്കന്മാര് വളരെ ആഡംബര ലക്ഷറീസ് ലൈഫ് കീപ്പ് ചെയ്തിട്ടുള്ള വ്യക്തികളായിരുന്നു ആര്? അവിടുത്തെ കിങ് അല്ലെങ്കിൽ രാജാക്കന്മാർ എന്ന് പറഞ്ഞാല് സാധാരണക്കാരായിട്ടുള്ള പീപ്പിൾസ് എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്കിടയിൽ വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒരുപാട് യാതനകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അവര് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ 3 വ്യക്തികളുടെ ആ ഒരു വാചകങ്ങളിൽ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് അല്ലേ? ഓട്ടോക്രാറ്റിക് റൂളിലെ ഏകാധിപത്യ ഭരണം അല്ലെ? രാജാവിനായിരുന്നു ഒരു ഏകാധിപതി അല്ലെങ്കിൽ ഒരൊറ്റയ്ക്ക് രാജ്യം മുഴുവൻ ഭരിച്ചിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ എന്താണ് ഒരു സമൂഹത്തെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. രാജാവ് എന്ത് പറയുന്നു അതിനനുസരിച്ച് എന്താണ് ചലിക്കുന്ന പാവകളായിട്ട് നമുക്ക് അവിടെ ജനങ്ങളെ കാണാൻ സാധിക്കും. അതുകൊണ്ട് എന്താണ് ഏകാധിപത്യ ഭരണമായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ഫ്രാൻസിൽ നിലനിന്നിട്ടുണ്ടായിരുന്നത്. ദെൻ റൂളേഴ്സ് വേർ സ്പെർട്ടേഴ്സ് അല്ലെ? ഭരണാധികാരികൾ എങ്ങനത്തെ ആളുകളായിരുന്നു? ധൂർത്തന്മാരായിരുന്നു. എന്ന് വെച്ചാൽ എന്താണ് പണം ധാരാളമായിട്ട് അവരുടെ എന്താണ് പേഴ്സണൽ ലൈഫിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ധാരാളം പണം ചിലവഴിച്ചിട്ടുള്ള വ്യക്തികളായിരുന്നു അവിടുത്തെ റൂളേഴ്സ്. ഈ 2 അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 10th of population died of hunger has 1/10 of indigenous അല്ലെ? 10ൽ 9 പേരെന്താണ് പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ അതിൽ 10ാമത്തെ ആൾ എങ്ങനെയാണ് അജീർണനം അല്ലെങ്കിൽ എന്താണ് ദഹിക്കാതെയാണ് മരിച്ചത് എന്നാണ് പറഞ്ഞത്. 10ൽ 9 പേര് പട്ടിണി കൊണ്ടാണ് മരിച്ചത്. സാധാരണക്കാരായിട്ടുള്ള ആളുകള് പട്ടിണി കൊണ്ട് മരിച്ചപ്പം അതിൽ 1% ആളുകൾ എങ്ങനെയാ മരിച്ചത്? തിന്ന ഭക്ഷണം ദഹിക്കാതെ അജീർണനം കൊണ്ടാണ് മരിച്ചിട്ടുള്ളത്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാജാക്കന്മാരെ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് പ്രൊവൈഡ് ചെയ്ത സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത ഒരു അവസ്ഥയായിരുന്നു ഫ്രാൻസിൽ നിലനിന്നിട്ടുണ്ടായിരുന്നത്. It is clear from that while the majority in France lived in misery in a minority including her rulers led a life luxurious and എക്സ്ട്രാവെഞ്ചസ് അല്ലെ? അവിടുത്തെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ ലക്ഷൂറിയസ് ആയിട്ട് ആഡംബരമായിട്ടുള്ള ജീവിതമാണ് നയിച്ചിട്ടുണ്ടായിരുന്നത്. ഭൂരിഭാഗം ആളുകൾ എന്ത് ചെയ്തു? സാധാരണക്കാരായിട്ടുള്ള ഭൂരിഭാഗം ആളുകളും വളരെ ദുരിതത്തിൽ കഴിഞ്ഞിരുന്ന സമയത്ത് രാജാക്കന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ ആഡംബരമായിട്ട് അവരുടെ ജീവിതം ദൂർത്തടിച്ച് പണം ഫുൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യക്തിഗത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം പണം അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവര് ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. Then this situation was the result of the social and economic inequality that existed in France. ഇതെന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ഫ്രാൻസിലെ എങ്ങനത്തെ എത്തരത്തിലുള്ള ഒരു സോഷ്യൽ അല്ലെ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ചില അസമത്വങ്ങൾ ഇന്നീക്വാളിറ്റീസ് എന്ത് ചെയ്യാൻ തുടങ്ങി? ആളുകൾക്കിടയിൽ ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങി. കാരണം പണമുള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു അന്തരം എന്ത് ചെയ്തു? കൂടുതലായിട്ട് ഫ്രാൻസിൽ നിലനിൽക്കാൻ തുടങ്ങി. The French society was divided into 3 strata and they were known as the estate. അങ്ങനെ ഈ ഫ്രഞ്ച് സമൂഹത്തെ എങ്ങനെ 3 എസ്റ്റേറ്റുകളായിട്ട് തരംതിരിച്ചു. പരീക്ഷയ്ക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടത്. അങ്ങനെ ഫ്രഞ്ച് സമൂഹത്തെ എന്ത് ചെയ്തു? അവരുടെ സമ്പത്തിന്റെ അല്ലെങ്കിൽ സാമ്പത്തിക അടിസ്ഥാനത്തിൽ സോഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ച് എന്ത് ചെയ്തു? സാമൂഹിക പദവിക്ക് അനുസരിച്ച് എന്ത് ചെയ്തു? ഈ ഒരു ഫ്രഞ്ചിലെ അല്ലെങ്കിൽ അവിടുത്തെ സമൂഹത്തെ എങ്ങനെ 3 എസ്റ്റേറ്റുകളായിട്ടാണ് തരംതിരിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രഞ്ച് സമൂഹത്തെ 3 എസ്റ്റേറ്റുകളായിട്ട് അവര് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഈ 3 എസ്റ്റേറ്റുകള് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ എസ്റ്റേറ്റിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പുറത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തൊക്കെയാണ് ആ എസ്റ്റേറ്റിൽ പറയുന്നത്? ഫ്രഞ്ച് സൊസൈറ്റിയിലെ ഫ്രഞ്ച് സമൂഹം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു എസ്റ്റേറ്റിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അതില് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്, ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെ? ആ എസ്റ്റേറ്റിൽ പറയുന്ന കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് വേഗം നോക്കാം.
ഫസ്റ്റ് എസ്റ്റേറ്റ് ആരാണ്? ക്ലർജി അല്ലെ. ക്ലർജി മീൻസ് എന്താണ്? പുരോഹിതൻ. ക്ലർജിയുടെ അർത്ഥം എന്താണ്? പുരോഹിതൻ അല്ലെ. അപ്പൊ അതിന്റെ ഇടതുവശത്തായിട്ട് നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ആ പുരോഹിതന്മാരെ എന്തൊക്കെയാണ് കർഷകരിൽ നിന്ന് ഈടാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ വലതു ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സാമൂഹിക പദവിയുമാണ് കൊടുത്തിട്ടുള്ളത്. ഇടതു ഭാഗത്ത് അവര് കർഷകർ അല്ലെങ്കിൽ സാധാരണക്കാരിൽ നിന്നും അവര് പിരിച്ചിട്ടുള്ള നികുതികളെ കുറിച്ചും, വലത് സൈഡിലായിട്ട് എന്ത് ചെയ്യാം? അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സാമൂഹിക പദവിയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. ഓരോ കോളത്തിനും നേരെയായിട്ട് ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആരോ മാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകരുത്. അതിൽ ഫസ്റ്റ് എസ്റ്റേറ്റിൽ ആരെ കുറിച്ചാണ് പറയുന്നത്? ക്ലർജി അല്ലെങ്കിൽ പുരോഹിതന്മാരിലെ. ക്ലർജി മീൻസ് എന്താണ്? പുരോഹിതൻ. പുരോഹിതൻ തന്നെ പറയുമ്പോൾ നമുക്കറിയാലേ, സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ സ്റ്റാറ്റസ് ഉള്ള വ്യക്തിയാണ് ആരെ? പുരോഹിതന്മാരെ. അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പുറത്തെ ഇടത് സൈഡിലേക്ക് നോക്കുക. ഹെൽഡ് വാസ്റ്റ് ലാൻഡിലെ ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചിരുന്ന ആളുകളാണ് ആര്? ക്ലർജി അല്ലെങ്കിൽ പുരോഹിതന്മാർ എന്ന് പറഞ്ഞാലേ. കളക്ട് ദ ടാക്സ് കോൾഡ് ടൈഡേ ഫ്രം ദി ഫാമേഴ്സ്. ഫാർമേഴ്സ് അല്ലെങ്കിൽ കർഷകരിൽ നിന്ന് അവരെന്ത് ചെയ്തിട്ടുണ്ട്? തിദേ അല്ലെ. തിദേ അവരെന്ത് ചെയ്തിട്ടുണ്ട്? കളക്ട് ദ ടാക്സ് കോൾഡ് തിദേ ഫ്രം ഫാമേഴ്സ്. തിദേ എന്ന പേരിലുള്ള നികുതി ആരിൽ നിന്ന് ഈടാക്കിയിട്ടുണ്ട്? കർഷകരിൽ നിന്ന് അവര് ഈടാക്കിയിട്ടുണ്ടായിരുന്നു. ക്ലർജി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ധാരാളം ഭൂപ്രദേശമുള്ള ആളുകളാണ് പുരോഹിതന്മാര്. കർഷകരിൽ നിന്ന് എന്ത് നികുതിയാണ്? തിദേ എന്ന് പറഞ്ഞിട്ടുള്ള നികുതി അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവര് ഈടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി വലത് സൈഡിലേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും എക്സെപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ് അല്ലെ. എല്ലാ നികുതികളിൽ നിന്നും ആരെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു? പുരോഹിതന്മാരെ ഒഴിവാക്കിയിട്ടുണ്ട്. സാധാരണ കർഷകരിൽ നിന്നൊക്കെ ഈടാക്കുന്ന അല്ലെങ്കിൽ കർഷകരൊക്കെ അടക്കേണ്ട നികുതികളിൽ നിന്നൊക്കെ ആരെ ഒഴിവാക്കിയിട്ടുണ്ട്? പുരോഹിതന്മാരെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. കൺട്രോൾഡ് ഹയർ പൊസിഷൻ ഇൻ ദി അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിലിറ്ററി സർവീസസ്. അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഹയർ പൊസിഷനിലെ ഉയർന്ന പദവി എവിടെയൊക്കെ ഉണ്ടായിരുന്നു? സൈന്യങ്ങളിലും അതുപോലെ തന്നെ എന്താണ്? സൈന്യത്തിലും ഭരണത്തിലും അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മിലിറ്ററി സർവീസസിൽ അവർക്ക് ഹയർ പൊസിഷൻ ഉയർന്ന പദവി അവർക്ക് നൽകിയിട്ടുണ്ട്. ഭരണത്തിലെയും സൈന്യത്തിലും അവർക്ക് ഉയർന്ന പദവി നൽകിയിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടെ പറയാം, ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചിട്ടുണ്ട്. തിദേ എന്ന പേരിലുള്ള നികുതി അവര് പുരോഹിതന്മാര് സാധാരണ കർഷകരിൽ നിന്ന് ഈടാക്കിയിട്ടുണ്ട്. ഇനി സോഷ്യൽ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ എല്ലാ തരം നികുതികളിൽ നിന്നും അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഭരണത്തിലും സൈന്യത്തിലും അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഉയർന്ന പദവി അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് എസ്റ്റേറ്റിലേക്ക് വരുന്നാൽ നമുക്ക് കാണാൻ കഴിയും ആരെയാണ് സെക്കൻഡ് എസ്റ്റേറ്റിലെ? നൊബിലിറ്റിയിലെ. നൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രഭുക്കന്മാരിലെ. നൊബിലിറ്റി ആണ് ഫസ്റ്റത്തേല്. ഫസ്റ്റത്തേല് നമ്മൾ ക്ലർജിനെയാണ് പറഞ്ഞതെങ്കിൽ സെക്കൻഡിൽ ആരാണ്? നൊബിലിറ്റിയിലെ പ്രഭുക്കന്മാരാണ് വരുന്നത്. ഇടത് സൈഡിലേക്ക് നോക്കിയാൽ കാണാം എൻഗേജ്ഡ് ഇൻ മിലിറ്ററി സർവീസസിലെ സൈനിക സേവനം നടത്തിയിട്ടുള്ള ആളുകളായിരുന്നു ആര്? പ്രഭുക്കന്മാര്. കളക്ടഡ് വേരിയസ് ടാക്സ് ഫ്രം ഫാർമേഴ്സിലെ കർഷകരിൽ നിന്ന് പ്രഭുക്കന്മാര് പുരോഹിതന്മാരെ ഈടാക്കിയതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രഭുക്കന്മാരും കർഷകരിൽ നിന്ന് ധാരാളം നികുതികൾ ഈടാക്കിയിട്ടുണ്ടായിരുന്നു. മെയ്ഡ് ഫാമേഴ്സ് വർക്ക് വിത്തൗട്ട് വേജസ് അല്ലെ. അവർക്ക് എന്താണ്? വേതനം നൽകാതെ. വേതനം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂലിയിലെ ശമ്പളം നൽകാതെ കർഷകരെ കൊണ്ട് ധാരാളം ജോലികളൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടെ പറയാം, സൈനിക സേവനങ്ങൾ ആര് നടത്തിയിട്ടുണ്ട്? നൊബിലിറ്റി അല്ലെങ്കിൽ പ്രഭുക്കന്മാർ നടത്തിയിട്ടുണ്ട്. കർഷകരിൽ നിന്ന് വേരിയസ് ടാക്സ് കളക്ടഡ് ഫ്രം ഫാമേഴ്സിലെ കർഷകരിൽ നിന്ന് വ്യത്യസ്ത അല്ലെങ്കിൽ ധാരാളം നികുതികൾ അവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ്? മെയ്ഡ് ഫാമേഴ്സ് വർക്ക് വിത്തൗട്ട് വേജസ് അല്ലെ. വിത്തൗട്ട് വേജസ് ആണ്. ഇതില്ല, വേതനം നൽകാതെ അവരെ കൊണ്ട് കർഷകരെ കൊണ്ട് ജോലിയൊക്കെ ആര് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു? പ്രഭുക്കന്മാര് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിന്റെ വലത് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് അല്ലെ. അവരെന്ത് ചെയ്തിട്ടുണ്ട്? നികുതികളിൽ നിന്നൊക്കെ അവരെ പുരോഹിതന്മാരെ പോലെ തന്നെ ക്ലർജി അല്ലെങ്കിൽ നൊബിലിറ്റികളെയും എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ തരം നികുതികളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ലെഡ് ലക്ഷൂറിയസ് ലൈഫ്, ആഡംബര ജീവിതം നയിച്ചിട്ടുള്ള വ്യക്തികളായിരുന്നു പ്രഭുക്കന്മാര്. ഹെൽഡ് വാസ്റ്റ് ലാൻഡ്സ് അല്ലെ. മറ്റവരെ പോലെ തന്നെ എന്താണ്? ഇവർക്കും വിശാലമായിട്ടുള്ള ഭൂപ്രദേശം ഇവരുടെ കൈവശം ഉണ്ടായിട്ടുണ്ട്. ഇനി ലാസ്റ്റിലേക്ക് വരാം. തേർഡ് എസ്റ്റേറ്റ് ആണ് ഇനി പറയാനുള്ളത്. തേർഡ് എസ്റ്റേറ്റിൽ ഒരുപാട് അംഗങ്ങൾ ഉള്ളതാണ്. തേർഡ് എസ്റ്റേറ്റിലെ നമുക്ക് നോക്കിയാൽ കാണാം ദ മിഡിൽ ക്ലാസ് ഇൻക്ലൂഡിംഗ് ട്രേഡേഴ്സ്, റൈറ്റേഴ്സ്, ലോയേഴ്സ്, ഒഫീഷ്യൽസ്, ടീച്ചേഴ്സ് ആൻഡ് ബാങ്കേഴ്സ്, ഫാമേഴ്സ് ആൻഡ്
ക്രാഫ്റ്റ്മാൻ. മറ്റേ എസ്റ്റേറ്റിലൊക്കെ ഓരോരോ ക്ലർജി കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ, നൊബിലിറ്റി അതും കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. എന്നാൽ അവരെന്ത് ചെയ്തു, തേർഡ് എസ്റ്റേറ്റ് സാമൂഹിക പദവിയില് മൂന്നാമത്തെ വിഭാഗത്തിലേക്ക് അവർ ആരൊക്കെ കൊണ്ടുവന്നത്? കച്ചവടക്കാര്, ടീച്ചേഴ്സ്, അതുപോലെ തന്നെ എന്താണ് എഴുത്തുകാര്, അതുപോലെ തന്നെ വക്കീലന്മാരെ, അതുപോലെ ഉദ്യോഗസ്ഥന്മാര്, അതുപോലെ തന്നെ ബാങ്കർമാര്, കർഷകര്, ക്രാഫ്റ്റ്മാൻ, കരകൗശല വിദഗ്ധരൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വലിയ വിഭാഗമായിരുന്നു ഏത്? മൂന്നാമത്തെ എസ്റ്റേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഇടത് സൈഡിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് നോ റൂൾ ഇൻ ദി അഡ്മിനിസ്ട്രേഷൻ അല്ലെ, ഭരണത്തിൽ ഒരു തരത്തിലുള്ള അവകാശങ്ങൾ ആർക്കുണ്ടായിരുന്നില്ല? ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. പെയ്ഡ് ലാൻഡ് ടാക്സ് നെയിമിലി ടൈലേ ടു ദ ഗവൺമെന്റ്. ടൈലേ എന്ന് പറഞ്ഞിട്ടുള്ള നികുതി ആർക്ക് നൽകണമായിരുന്നു? സർക്കാരിന് ഇവര് നൽകണമായിരുന്നു. ഇനി അതിന്റെ വലത് സൈഡിലേക്ക് നോക്കിയാൽ കാണാം ലോ സോഷ്യൽ സ്റ്റാറ്റസിലെ താഴ്ന്ന സാമൂഹിക പദവിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പെയ്ഡ് ടാക്സ് ടു ക്ലർജി ആൻഡ് നോബിൾസ്. അവരെന്ത് ചെയ്തിട്ടുണ്ട്? പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും എന്ത് നൽകണമായിരുന്നു? നികുതി നൽകണമായിരുന്നു. അപ്പൊ ഈ മൂന്ന് എസ്റ്റേറ്റ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫസ്റ്റ് എസ്റ്റേറ്റ് ആരാണ് പറഞ്ഞത്? ക്ലർജിലെ പുരോഹിതന്മാരാണ്. ധാരാളം ഭൂപ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. കർഷകരിൽ നിന്ന് തിര എന്ന് പറഞ്ഞിട്ടുള്ള നികുതി പിരിച്ചിട്ടുണ്ട്. എല്ലാതരം നികുതികളിൽ നിന്ന് അവർ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഭരണത്തിലും സൈന്യത്തിലും അവർക്ക് ഉയർന്ന പദവി. സെക്കൻഡില് നൊബിലിറ്റി ആണ് വരുന്നത്. സൈനിക സേവനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. കർഷകരിൽ നിന്ന് പലതരത്തിലുള്ള നികുതി അവർ ഈടാക്കി. അതുപോലെ തന്നെ എന്താണ് മെയ്ഡ് ഫാർമേഴ്സ് വർക്ക് വിത്തൗട്ട് വേജസിലെ, വേതനം നൽകാതെ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു. അവരെന്ത് ചെയ്തിട്ടുണ്ട്? നികുതികളിൽ നിന്നൊക്കെ ഒഴിവാക്കപ്പെട്ടു. ആഡംബര ജീവിതം നയിച്ചിട്ടുണ്ടായിരുന്നു. വിശാലമായിട്ടുള്ള ഭൂപ്രദേശം അവർ കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ തേർഡ് എസ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ടീച്ചർമാരും, അതുപോലെ തന്നെ എഴുത്തുകാരും, വക്കീലന്മാരും, അതുപോലെ തന്നെ ബാങ്കർമാരും, കർഷകരും, അതുപോലെ തന്നെ കരകൗശല വിദഗ്ധരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ തേർഡ് എസ്റ്റേറ്റിൽ വന്നിട്ടുണ്ട്. അവരെന്ത് ചെയ്യണം? ഭരണത്തിൽ ഒരു അവകാശങ്ങളും ഈ വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. ടൈലേ എന്ന് പറഞ്ഞിട്ടുള്ള നികുതി ആർക്ക് നൽകണം? സർക്കാരിന് ഇവർ നൽകണമായിരുന്നു. സമൂഹത്തിൽ താഴ്ന്ന പദവിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഇവരെന്ത് നൽകണം? പ്രത്യേക നികുതികൾ ഇവര് നൽകണമായിരുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഐഡിയോളജീസ് ഇൻ സ്പേസിലെ. ഐഡിയോളജീസ് ഇൻ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയങ്ങൾ എങ്ങനെയാണ് പ്രചോദനമാകുന്നത് എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേഗം നോക്കുക. Various thinkers and streams of thought in France played an important role making the people aware of inequalities and exploitation. അല്ലെ, ഫ്രാൻസിലെ അസമത്വങ്ങളും ചൂഷണങ്ങളൊക്കെ എന്ത് ചെയ്തു? ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് വന്നു. അവരെ കുറിച്ചാണ് ഇനി പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ആരാണ്? വോൾട്ടയർ. അല്ലെ, ആദ്യത്തെ വ്യക്തിയാണ് ആര്? വോൾട്ടയർ. ഫ്രാൻസിൽ നിലനിന്നിട്ടുള്ള അസമത്വങ്ങളും ചൂഷണങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വ്യക്തികൾ മുന്നോട്ട് വന്നു. അതിൽ ഫസ്റ്റ് വൺ ആണ് വോൾട്ടയർ. വോൾട്ടയർ എന്താ പറഞ്ഞത്? റെഡിക്കുലേറ്റ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജിലെ, പുരോഹിതന്മാരുടെ ചൂഷണത്തെ എന്ത് ചെയ്തു? അതിശക്തമായിട്ട് പരിഹസിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു വോൾട്ടയർ. സെക്കൻഡ്, പ്രൊമോട്ടഡ് റാഷണൽ തിങ്കിങ് ഐഡിയൽസ് ഓർ ഇക്വാലിറ്റി ആൻഡ് ഹ്യൂമനിസം. അല്ലെ, യുക്തിചിന്ത, സമത്വം, മനുഷ്യ സ്നേഹം എന്നിവയൊക്കെ എന്ത് ചെയ്തു? അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഒന്നും കൂടെ പറയാം. വോൾട്ടയർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജിലെ, അവരെ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിക്കാൻ തുടങ്ങി. അതുപോലെ യുക്തിചിന്തയ്ക്കും സമത്വത്തിനും സ്നേഹബന്ധത്തിന് അല്ലെങ്കിൽ മനുഷ്യ സ്നേഹത്തിനൊക്കെ എന്ത് ചെയ്തു? അവർ പ്രോത്സാഹിപ്പിച്ചു. സെക്കൻഡ് വൺ റൂസോ spelled out the importance of freedom with the statement man is born free but everywhere he is an chains. അല്ലെ, എവ്രിവെയർ എല്ലായിടത്തും മനുഷ്യൻ എന്താണ്? ചങ്ങലയിലാണ്. അല്ലെ, മനുഷ്യൻ സ്വതന്ത്രമായിട്ടാണ് ജനിക്കുന്നതെങ്കിലും മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ചില സമയങ്ങളിൽ ബന്ധനങ്ങളിൽ അല്ലെങ്കിൽ ചങ്ങലകളിലായിട്ട് മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് പോകുന്നു എന്നാണ് ആര് പറഞ്ഞത്? റൂസോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഇതിലൂടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യമാണ് അദ്ദേഹം ഇതിലൂടെ, അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ അദ്ദേഹം അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഡിക്ലെയർ ദാറ്റ് ദ പീപ്പിൾ ആർ ദി സോവറിൻ. ജനങ്ങൾ എന്താണ്? പരമാധികാരികളാണ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തു. ജനങ്ങൾ എല്ലാവരും പരമാധികാരം, എല്ലാവർക്കും അധികാരമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ പരമാധികാരം എല്ലാവർക്കും തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. തേർഡ് വൺ മോണ്ടെസ്ക്യൂ. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഈ മൂന്ന് വ്യക്തികളും, വോൾട്ടയർ ആയാലും റൂസോ ആയാലും മോണ്ടെസ്ക്യൂന്റെ സ്പെല്ലിംഗ് ഒക്കെ നോക്കുക, റൂസോയുടെ സ്പെല്ലിംഗ് ഒക്കെ നോക്കുക. എങ്ങനെ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ആളുകൾ റൂസോ എഴുതുന്ന സമയത്ത്
റൂസോനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ വ്യക്തമായിട്ട് പഠിക്കണം. പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. എന്താണ് ഈ ഫ്രാൻസിലെ അതുപോലെ തന്നെ എന്താണ് ചൂഷണങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തികൾ ആരാണെന്നും അവരുടെ വാക്യങ്ങളൊക്കെ കൊടുത്തിട്ട് മാച്ച് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാൻ നോക്കി നല്ലവണ്ണം നോക്കി പഠിക്കുക. പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ അടുത്ത ടോപ്പിക്ക് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.